നിമിഷ മമ്മി ഹലോ എന്നാ പരിപാടി നിമിഷ? എന്നാ സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് നമ്മുടെ ഹോം ടൂർ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഹോം ടൂർ, നിമിഷയുടെ വീടിന്റെ ഹോം ടൂർ ചെയ്യണം നമ്മളോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇന്നൊരു അവസരം വന്നിരിക്കുകയാണല്ലേ. ഏതായാലും തിരുവനന്തപുരത്തുണ്ട്. വട്ടിയൂർക്കാവിലല്ലേ ഈ സ്ഥലം? നമ്മുടെ വട്ടിയൂർക്കാവില് മണ്ണർക്കോണം, അവിടെയാണ് നമ്മുടെ വീട് ഇരിക്കുന്നത്. മണ്ണർക്കോണത്താണ് നമ്മുടെ വീട് കേട്ടോ. ഇന്ന് നമ്മുടെ നിമിഷയുടെ ഒരു ഹോം ടൂർ ആണല്ലേ? ഡീറ്റെയിൽ ഹോം ടൂർ ആണ്. ഡീറ്റെയിൽ ഹോം ടൂർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ പപ്പ ഇവിടെ ഉണ്ട്. പപ്പ ഹലോ. പപ്പ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നതാണ് കേട്ടോ. മടുത്ത് വന്നതുള്ളൂ. പിന്നെ നമ്മുടെ മിറക്കൂട്ടൻ ഇവിടെ അയ്യോ ഇത് കിടന്ന് ടി വി ആണത്. മിറക്കൂട്ടൻ ഇവിടെ കിടന്ന് നമ്മുടെ ടി വി ആണെന്നുണ്ട് കേട്ടോ. അപ്പം പപ്പയുടെ പമ്മനെ വേണമെന്ന് പരിചയപ്പെടുത്താം. പപ്പ എക്സ് നേവി ആണ്. പപ്പ എക്സ് നേവി ആണ്. പപ്പ എക്സ് നേവി ഏത് ഇയറാ പപ്പ? 79 എക്സ് നേവി ആണ് പപ്പ. പിന്നെ മമ്മി ഗവൺമെന്റ് റിട്ടയർഡ് ടീച്ചറാണ്. മമ്മിയുടെ സബ്ജക്ട് ഏതായിരുന്നു മമ്മി? എല്ലാം അതല്ലേ. ഓ, മമ്മി ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറല്ലായിരുന്നു. ഹൈസ്കൂൾ അതെ, യു പി സെക്ഷനിലെ ടീച്ചറാണ് കേട്ടോ. മോളി മിസ്. മോളി ടീച്ചർ എവിടെ പോയാലും കാണും. എവിടെ പോയാലും കാണും മോളി ടീച്ചറിന്റെ ഒരു സ്റ്റുഡന്റ്. നമ്മുടെ പഴയ വീഡിയോയുടെ താഴെ മോളി ടീച്ചറിനെ അറിയുമെന്നും പറഞ്ഞിട്ട് കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ. നമ്മൾ ഇന്നാൾ ഇവിടെ വന്നില്ലായിരുന്നോ? അപ്പം മമ്മീനെ അറിയുമെന്നും പറഞ്ഞിട്ട് ഒത്തിരി കമന്റ് ഉണ്ടാകും. അതുപോലെ തന്നെ പഠിപ്പിച്ച പിള്ളേരൊക്കെ കാണും. അതെ, പഠിപ്പിച്ച പിള്ളേർ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. അതെ, ഇഷ്ടംപോലെ കാണും. അപ്പൊ നമ്മളെ എപ്പോഴും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും മോൾ ടീച്ചർ ആരെങ്കിലും ഒരു കാണും. ടീച്ചർ എന്ന് പറഞ്ഞ കാണാം, ആരെങ്കിലും കാണും. അതെ അതെ, അത് ഭയങ്കര നല്ല. അതുപോലെ പപ്പേനെ അറിയില്ലാത്ത ആരും ഇല്ലാട്ടോ ഇവിടെ. പപ്പേനെ എല്ലാവരും അറിയില്ല. പപ്പ ഇവിടെ ഞാൻ പപ്പയോട് ജസ്റ്റ് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ആൾക്കാർ പപ്പയുടെ അടുത്ത് ഓടി വരും. പപ്പ ഇവിടെ ഭയങ്കര പോപ്പുലർ ആണ്. പിന്നെന്താ അങ്ങനെ ഇരിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇന്ന് നിമിഷയുടെ ഒരു ഹോം ടൂർ ആണ് ചെയ്യാൻ പോകുന്നത് അല്ലേ നിമിഷ? എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. പുറത്തെ ആദ്യം കാണിക്കാം. പുറത്തുനിന്ന് തുടങ്ങാം അല്ലേ നിമിഷ? അതെ, പുറത്തുനിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം. ഇതാണ് നമ്മുടെ മുറ്റം കേട്ടോ. നെയ്ബേഴ്സ് നമ്മുടെ എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ നമ്മുടെ പപ്പയുടെ നമ്മുടെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. അത് രാഹുലേട്ടന്റെ വീടാണ്. അത് സുമാന്റിയുടെ റൈറ്റ് സൈഡിൽ ചന്ദ്രകാന്റിയുടെ വീട്. അതിനപ്പുറത്ത് ഒരു വീടും കൂടെ ഉണ്ട്. അതെ. പിന്നെ അതാണ് നമ്മൾ ഇത്ര ഒരു വലിയ വീട് ലൈൻ എന്നാണ് നമ്മുടെ ലൈനിന്റെ പേര്. അവിടെ ഒരു റെസിഡൻസ് ആണ്. അപ്പം നമ്മൾ ഈ ഒരു ഇച്ചിരി കയറ്റത്തോട്ട് ഇങ്ങോട്ടിരിക്കുന്ന വീടാണ്. അപ്പൊ ഇത്രയും വീട്ടുകാരാണ് നമ്മുടെ ഈ സെക്ഷനിലുള്ളത്. ശരിക്കും ഒരു റെസിഡൻസ് ഏരിയ ആണ്. അതെ അതെ, റെസിഡൻഷ്യൽ ഏരിയ. അസോസിയേഷൻ ഒക്കെ ഉണ്ടല്ലേ? ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ മുറ്റം. ഇത് പപ്പയുടെ മുറ്റം. അതെ, ഈ അടുത്ത് ടൈൽസ് ഇട്ടത്. പണ്ട് ഇവിടെ ഫുൾ മണ്ണായിരുന്നു കേട്ടോ. ഈ അടുത്താണ് ഇപ്പൊ ഇവിടെ ടൈൽസ് ഒക്കെ ഇട്ടത്. ഇത് പപ്പയുടെ ഓൺ പേര. എന്താ പേരപ്പ? കിലോ പേര. ആണോ? കഴിക്കാനായോ? കഴിക്കൂലേ? അത് അത് ശരി. അതല്ലേ, പപ്പ ഭയങ്കര കൃഷിക്കാരനാണ് കേട്ടോ. നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. പപ്പ നമ്മുടെ വീട്ടില് നടാത്ത ചെടികളില്ല. അതെല്ലാം നല്ല സൂപ്പറായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ ആപ്പിള് അല്ല മുന്തിരി വരെ നമ്മൾ അവിടെ നട്ടു കേട്ടോ, ഡബ്ബയിലെ വീട്ടിൽ. അതുകൊണ്ട് പപ്പ വരുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു കൃഷി പരിപാടി എല്ലാം ആക്റ്റീവ് ആകുന്നത്. ഞാൻ ഈ പേര കണ്ടിട്ടുണ്ട്. ഇത്ര വലിയ പേരൊക്കെ ഉണ്ടാവും. പപ്പ എന്നിട്ട് മൂടിയൊക്കെ ഇടും. ഒരു സാധനം പോലെ തന്നെ കുത്താതെ വളരെ സൂക്ഷ്മമായി പപ്പ ഓക്കെ. അപ്പൊ നമ്മൾക്ക് ഇങ്ങോട്ട് നടക്കാം കേട്ടോ. കുറച്ച് നമ്മുടെ വീടിന്റെ ചുറ്റുപാടൊന്ന് കാണിച്ചു തരാം കേട്ടോ. വേറെ എന്താ നിമിഷം നിനക്ക് വീടിനെ കുറിച്ച് പറയാനുള്ളത്? വീടിനെ കുറിച്ച് പറയാൻ ഇഷ്ടം പോലെ ഓർമ്മകളുണ്ട് ചായ. ഞാൻ 3rd സ്റ്റാൻഡേർഡിലായപ്പോഴാണ് ഞാൻ 8th സ്റ്റാൻഡേർഡിലായപ്പോഴാണ് ഈ വീട് പണിതത് കേട്ടോ. ഓക്കെ. അപ്പം ചേച്ചി 10th-ലും. അപ്പം നമുക്ക് അന്ന് തൊട്ട് നമ്മൾ ഇവിടെയുള്ള നമ്മൾ ജനിച്ചതല്ലെങ്കിൽ വളർന്ന് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗവും ഈ വീട്ടിൽ നിന്നാണ്. നമ്മളെ കല്യാണം കഴിഞ്ഞ് പോയതും പാടത്തുമെല്ലാം. അതെ അതെ അതെ. ഇതിപ്പോ ഇവര് ഓസ്ട്രേലിയയിലായിരുന്നല്ലോ, അതുകൊണ്ട് അധികം മെയിൻറ്റൈൻഡ് ആയിട്ടല്ല ഇപ്പൊ ഇരിക്കുന്നത് കേട്ടോ. സാധാരണ ഇതിനകത്തൊക്കെ ഇഷ്ടം പോലെ കോവലുള്ളതാ. ശരിക്കും ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ ഇല്ല. കാരണം പപ്പ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ അടുത്ത പ്രാവശ്യം വരുവാണെങ്കിൽ പപ്പയുടെ കൃഷി മൊത്തം ഇതിനകത്ത് കാണാൻ പറ്റും. അത്രയ്ക്കും കേട്ടോ. ചക്ക കാണിച്ചല്ലേ ചേട്ടൻ? ചക്ക പപ്പയുടെ അടിപൊളി. അതെ അതെ അതെ, ചക്ക കാഴ്ച കിടപ്പുണ്ട് പപ്പയുടെ. അവിടെ ഒരെണ്ണം കാഴ്ച കുഞ്ഞു ചക്കയും കിടപ്പുണ്ടല്ലേ? അതെ 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 അതെ. ഏതാണെങ്കിലും ഇതാണ് നമ്മുടെ കൃഷി പരിപാടികൾ, നിലവിലുള്ള കൃഷികൾ. അതെ അതെ. ഇവിടെ ഒരു പേരയുണ്ട്. പപ്പ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഡപ്പ വെച്ചിട്ട് അതിനകത്തെല്ലാം കൃഷി ചെയ്തേക്കാണ്. ഇതൊരു പേര. ഇതെന്നാ പപ്പ ഇത്? ഓ, ഇത് മുന്തിരിപ്പേര. നമ്മുടെ ചെറിയുടെ ഇല പോലെ ഉണ്ടല്ലോ.
സ്ട്രോബെറി പേര. മെറക്കൂട്ടിന് ഇവിടെ ധൈര്യമായിട്ട് നമുക്ക് ഇറക്കി വിടാം. കോമ്പൗണ്ട് ഫെൻസ്ഡ് ആണ്. അതെ, ചെറിയ പേര. ഓക്കെ, ഫെൻസ്ഡ് ആണ്. അതുപോലെ തന്നെ ഗേറ്റ് ഉണ്ട്. നമ്മുടെ പൊന്നതാനത്തെ തൊടുപുഴയിലത്തെ വീട്ടിൽ ഫെൻസ് ഒന്നും ഇല്ല കേട്ടോ. ഒരൊറ്റ പറമ്പായിട്ട് കിടക്കുന്നതുകൊണ്ട് മിറേനെ പുറത്തിറക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ നമുക്ക് സേഫ് ആയിട്ട് മിറേനെ പുറത്തിറക്കാൻ കേട്ടോ. അങ്ങനെ ഒരു വലിയൊരു ഗുണമല്ലേ. അവൾ ഇവിടെ ആണെങ്കിൽ എങ്ങനെ പുറത്തിറങ്ങാന്ന് നോക്കി ഇങ്ങനെ ആരെങ്കിലും ഗേറ്റ് തുറന്ന് അപ്പ ചാടി ഇറങ്ങും. നോക്കാനായിട്ട് കാത്തിരിക്കുക. ഇത് ആരെങ്കിലും കണ്ടു. ഞാൻ ഇത് ആദ്യം കേൾക്കുവാണ്. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല ഈ സാധനം. കുഞ്ഞു പേരൊക്കെ അല്ലേ? അതല്ലേ? ഓക്കെ, ഉണ്ടാവൂലേ? അപ്പൊ നട്ടു വെച്ച് കഴിഞ്ഞാൽ അത് കായ്ക്കുന്നു. ഉറപ്പായിട്ടും നല്ലതായിട്ട് ബലം വരും. സമ്മതിക്കുന്നില്ല അകത്ത് കയറാനായിട്ട്. അതെ അതെ, ഇതാണ് കേട്ടോ നമ്മുടെ ചുറ്റുപാട്. പിന്നെ ഈ സൈഡിലും ചെറിയൊരു ഒരു മുറ്റം പോലെയാണ്. ഇത് എന്റെ റോക്കിപ്പട്ടിയുടെ, ഞങ്ങൾക്ക് ഒരു പട്ടി ഉണ്ടായിരുന്നു റോക്കി. റോക്കിപ്പട്ടിയുടെ കൂടായിരുന്നു ഇത്. ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ വെച്ചേക്കാണ്. റോക്കി ഞങ്ങൾ കൊടുത്തു. കാരണം പപ്പയും മമ്മിയൊക്കെ നാട്ടിലോട്ട് ഓസ്ട്രേലിയക്ക് വന്നപ്പോൾ നോക്കാനായിട്ടൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ റോക്കിനെ പപ്പയുടെ ഒരു ഫ്രണ്ടിന് കൊടുത്തു. അപ്പം ഇതാണ് റോക്കിയുടെ കൂട്. ഇപ്പൊ ഞങ്ങൾ വേറെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച് സ്റ്റോറേജ് ഇതാക്കി മാറ്റി ഞങ്ങള്. ഔട്ട്ഡോർ സാധനങ്ങളൊക്കെ. അതെ 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 അതെ. ലെറ്റ്സ് ഗോ. പിന്നെ നമ്മുടെ പോർച്ച് കാണിച്ചു തരാം കേട്ടോ. നേരെ വരുമ്പോഴത്തേക്കും നമ്മുടെ പോർച്ച് ഇതാണ്. പോർച്ച് ഇതാണ് കേട്ടോ നമ്മുടെ വീടിന്റെ വീട് പുറമേ നോക്കുന്നുള്ള വ്യൂ. പിന്നെ ഇതൊക്കെ ഇപ്പൊ ഇച്ചിരി ചെയ്ത മോഡിഫിക്കേഷൻ വരുത്തിയതാണ് കേട്ടോ. ഇതൊക്കെ പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു, ഷെഡൊക്കെ വെച്ചിട്ടില്ല, പണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞില്ല, ഞാൻ 8th പഠിക്കുമ്പോഴാണ്. അത്രയും പഴക്കമുള്ള വീടാണ്. പഴക്കം ഭയങ്കര പഴക്കമല്ല. അതെ അതെ, അത്ര ആയിട്ടുണ്ട്. അകത്തേക്ക് കയറാം. ചായ നമുക്ക് അകത്തേക്ക് കയറാം. ഇപ്പോൾ വിശാലമായ ഒരു ഹോളാണ് ആദ്യം കാണുന്നത്. അതെ, ചൂടത്ത് ക്ഷീണിച്ച് കിടക്കുവാണ്. അതെ അതെ, അവന് മമ്മി കുറുക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. ടിവിക്കകത്ത് വേറെ വെച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് റിമോട്ട് എന്റെ കൈ കൊണ്ട് തരുന്നത് ഞാൻ വെക്കാൻ. ചേട്ടാ ഇവിടെ സെറ്റി. പിന്നെ ഇവിടെ നമ്മുടെ ഷോക്കേസ് ഇരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. കാരണം ഞങ്ങളുടെ ഓർമ്മകളെല്ലാം ഇതിനകത്തുണ്ട്. മെയിനായിട്ട് നമ്മുടെ എന്നാ പറയണ കോമ്പറ്റീഷനൊക്കെ കിട്ടിയ പ്രൈസസ്, പിന്നെ ഞങ്ങളുടെ കുറെ കുഞ്ഞിലത്തെ ഫോട്ടോസ്, അതൊന്ന് കാണിച്ചു കൊടുക്കാൻ. ഇതാണ് പപ്പയും മമ്മിയും. പപ്പയുടെ മമ്മിയുടെ പഴയ ഫോട്ടോ. പഴയ പപ്പയും മമ്മി നേവിയിലായിരുന്നു കേട്ടോ. പപ്പയുടെ പഴയ യൂണിഫോമിലൊക്കെ ഇട്ടുള്ള ഫോട്ടോ. അതുപോലെ മമ്മീന്ന് നോക്കി. എല്ലാരും പറഞ്ഞിട്ടുണ്ട് മമ്മീനെ പോലെയാണ് ഞാൻ ഇരിക്കുന്നത്. അത് കറക്റ്റ് ആണ്. എനിക്ക് മമ്മിയുടെ പഴയ ഫോട്ടോ കാണുമ്പോ തോന്നുന്നു വേറൊരു ഫോട്ടോ ഉണ്ട്, അത് ഞാൻ കാണിച്ചത്. കറക്റ്റ് നിമിഷമാണ് കേട്ടോ. അതുപോലെ പിന്നെ ഇത് ബാബുങ്ങൾ അനുമമ്മ. പിന്നെ ഞാനും അക്കുവും ഞങ്ങൾ ഫോട്ടോ പോയി എടുത്താണ്. ഇത് ജോ, അക്കുവിന്റെ ചേട്ടായിയുടെയും കൊച്ച് ജോ കൊച്ചാണ്. പിന്നെ ഇത് അക്കു. പിന്നെ ഇത് പഴയ ഞാനാണ് കേട്ടോ. പിന്നെ ഇത് കാണിച്ചോടൊക്കെ ചെയ്ത് സൂം ചെയ്ത് ഞാൻ പഴയ ഫോട്ടോ. അതെ 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 അതെ, ഇതുണ്ടോ ഞങ്ങളിരിക്കുന്നത്. ഇത് പപ്പയും മമ്മിയും. പിന്നെ ഇതും. പിന്നെ വേറൊരു സാധനമുണ്ട് ചായ, മനസ്സിലാവത്തില്ല. പിന്നെ നമ്മുടെ കല്യാണ ഫോട്ടോ ഒക്കെ കേട്ടോ. കല്യാണ ഫോട്ടോ ഉണ്ട്. പിന്നെ അവരുടെ കല്യാണ ഫോട്ടോ അവിടെ ഉണ്ട്. ഒരു സാധനം കാണിച്ചാൽ വെച്ചാൽ ആരും കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. അതൊരു സ്പെഷ്യൽ സാധനമാണ്. പപ്പയുടെ ഇത് കണ്ടോ, നേവി അവിടുത്തെ ഷിപ്പല്ല, നല്ല അടിപൊളി സാധനം. ടാങ്കർ ഷിപ്പ്. ഇത് ഇത് ചേച്ചി. ഞങ്ങൾ ജവഹർ സ്കൂളിലാണ് ആദ്യം പഠിച്ചത്. അതിന്റെ യൂണിഫോം ആണ് കേട്ടോ. എന്നെ കണ്ടിട്ട് ചിരി വരുന്നു. ഓക്കെ, ഇനി അടുത്തത് ഇത് കണ്ടോ. ഇതാണ് ഞാൻ കാണിക്കാൻ വന്ന സാധനം. പൊട്ടിപ്പോയി കേട്ടോ, പൊട്ടിപ്പോയി. ശരിക്കും എന്നാന്നറിയോ, ഓസ്ട്രിച്ചിന്റെ മുട്ടയാണിത്. ഇപ്പൊ പൊട്ടിപ്പിച്ച് സാധാരണ ഇത് നല്ല ഇതുണ്ടോ, ഓസ്ട്രിച്ചിന്റെ മുട്ടയാണിത്. പപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാണ് ഈ സംഭവം. പപ്പ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് പപ്പ അതിന്റെ ജ്യൂസ് എല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ എത്ര വർഷമായെന്നറിയോ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇതുണ്ടോ, ഇതാണ് ഓസ്ട്രിച്ചിന്റെ മുട്ട കേട്ടോ. ഇത് എത്ര നാളായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. പപ്പ കൊണ്ടുവന്നാണ് അവിടുന്ന് കേട്ടോ. പിന്നെ ഇത് എന്റെ പപ്പയും മമ്മിയാണ്, അപ്പച്ചനും അമ്മച്ചിയും, മീനടത്തെ അപ്പച്ചനും അമ്മച്ചിയും. പപ്പയുടെ മീനടത്തെ അപ്പച്ചനും അമ്മച്ചിയാണല്ലേ. പപ്പായും വലിയപ്പ എല്ലാം ഇരിക്കുന്നത്. ഇത് അക്കുവിന്റെ ഒക്കെ ഒരു ചെറിയ കട്ടുണ്ട്, എപ്പോഴും പറയല്ലാരും. ശോശാമ അമ്മച്ചിയുടെ പേര്. ഇതാണ് മീനടത്തെ അപ്പച്ചനും അമ്മച്ചിയും. പിന്നെ ഇതാണ് മറിയപ്പള്ളിയിലെ അപ്പച്ചനും അമ്മച്ചിയും. അവരുടെ ഫോട്ടോ. മറിയപ്പള്ളിയിലെ പടനിലത്തോപ്പിലെ ഞങ്ങളുടെ കല്യാണം, അക്കുവിന്റെ കല്യാണ ഫോട്ടോ.
കല്യാണ ഫോട്ടോ ആണ് കേട്ടോ, കല്യാണ ഫാമിലി ഫോട്ടോ അല്ലേ? അതെ. ഈ ഷോക്കേസിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ? ഇത് ഞാൻ ഓൾറെഡി മഞ്ചാടിക്കുരു ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഞങ്ങള് പറക്കിയെടുത്ത മഞ്ചാടിക്കുരുവാണ്. ഈ വീട് ഉണ്ടായ സമയത്ത് അവിടെ ആ ഒരു വലിയൊരു മഞ്ചാടിമരം, ഇപ്പൊ മഞ്ചാടിമരം വെട്ടാൻ പോവായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരത് വെട്ടിക്കഴിഞ്ഞപ്പോ ഇതിന് ഇഷ്ടം പോലെ മഞ്ചാടിക്കുരുള്ള താഴെ കിടപ്പുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ഞങ്ങൾ പറക്കി ഒന്നും ചെയ്തിട്ടില്ല. അന്ന് പറക്കി എത്ര വർഷമായിട്ടുണ്ടെന്ന് അറിയാവോ? അന്ന് പറക്കി ഞങ്ങൾ ശേഖരിച്ച് വെച്ചതാണ് ഈ മഞ്ചാടിക്കുരു. ശരിക്കും 20 വർഷത്തോളായിട്ടുണ്ട് ഈ മഞ്ചാടിക്കുരു. അന്ന് ഞങ്ങൾ പറക്കിയത്, ഞങ്ങൾ എല്ലാവരും പറക്കിയത്. അന്ന് അക്കും ഞാനും എനിക്കൊന്നും ഞങ്ങളുടെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പറക്കിയതാണ്. അതാണ് ഈ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. ഇപ്പോഴും അതൊരു ഓർമ്മയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ അത്രയാണ്. ഇത് നമ്മുടെ ഡൈനിങ് അതെ ഏരിയ. അതെ അതെ അതെ. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ വാഷിംഗ് മെഷീനും ലോണ്ടറി ഏരിയ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്. ഇവിടെ ഒരു റൂം, ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഒരു ബെഡ്റൂം ഉണ്ട് അല്ലേ? ബെഡ്റൂം. നമ്മള് ബെഡ്റൂം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. പിള്ളേരുണ്ട് മൊത്തം അലമ്പായി കിടക്കുവാണല്ലേ? ഇത് അതെ അതെ, ഇത് പിന്നെ ഒരു ബാത്റൂം. അതൊരു ടോയ്ലറ്റ് ആട്ടോ, സാധാരണ ഒരു ടോയ്ലറ്റ്. ലൈറ്റ് ഇട്ട് കാണിച്ചത് അതാണ് കേട്ടോ ടോയ്ലറ്റ്. പിന്നെ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. പിന്നെ നമ്മളെ അടുക്കള. അടുക്കളയിലേക്ക് കിടക്കാം അല്ലേ? അതെ അതെ. ഇതാണ് നമ്മുടെ അടുക്കള. വിശാലമായ, എനിക്ക് ഒത്തിരി ഓർമ്മകളുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ മെയിനായിട്ട് ഞാൻ ഓർക്കുന്നത് വെച്ചാൽ മമ്മി ദോശയും സാമ്പാറിനും ചമ്മന്തി ഉണ്ടാക്കുന്ന ദിവസം ഞാൻ ഇവിടെ ഇങ്ങോട്ട് ഒരു ഇരിപ്പങ്ങിരിക്കും. എന്നിട്ട് മമ്മി ചൂടോടെ ദോശ വിടുമ്പോൾ അവിടെ നിന്ന് തന്നെ ചൂടോടെ ദോശ അങ്ങ് പ്ലേറ്റിനകത്തിട്ട് അങ്ങനെ കഴിച്ചോണ്ട് ഇവിടെ ഞാൻ ഇരിക്കും. ഞങ്ങളൊക്കെ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ടാണ്. ഇല്ല ഇല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. മമ്മി ടേബിൾ കൊണ്ട് വെക്കാനുള്ള സമയം പോലും ഞാൻ കൊടുക്കൂല. ഫ്രഷ് ആയിട്ട് അതെ ഞാൻ ഇവിടെ തന്നെ അടുത്ത മമ്മിയുടെ അടുത്ത് തന്നെ ഇരിക്കും. നല്ല സുഖമായിട്ട് ദോശയും ഇതും തിന്നോണ്ടിരുന്ന സ്ഥലമാണിത്. അടുക്കള. പിന്നെ അതുപോലെ ഇവിടെ ചെറിയൊരു ടേബിൾ ഉണ്ട്, അവിടെ ഇരുന്നും കഴിക്കാൻ ചൂടോടെ. അതെ അതെ അതെ. പിന്നെ ഇതൊരു വർക്ക് ഏരിയ, ചെറിയൊരു വർക്ക് ഏരിയ. പിന്നെ ഇവിടെ ഇരുന്ന് അതെ അതെ അതെ, നമ്മൾ നേരത്തെ കാണിച്ച നമ്മുടെ പ്രൊമോഷൻ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ അരകല്ലും, അരകല്ലല്ല അലക്കുകല്ലും എല്ലാം ഉണ്ട്. ഇനിയാണ് നമ്മൾ മെയിൻ സ്ഥലം കാണാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഇവിടെ സാമ്പിൾ എന്റെ അക്കുവിന്റെ റൂമൊക്കെ മേളിലാണ്. കമോൺ. അതെ, മേളിലേക്ക് നമ്മൾ മേലോട്ട് കയറുകയാണ്. സ്റ്റെപ്പ് കയറി ഇവിടെ ഒരു ജനലുണ്ട്. ഞങ്ങൾ സ്വപ്നം ഭവനാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഞങ്ങളിങ്ങനെ സ്വപ്നം കണ്ട് നമുക്ക് കിട്ടിയൊരു അങ്ങനെയല്ല, നമ്മളെല്ലാവരും അത് ദീപു ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് ഞങ്ങളുടെ എഞ്ചിനീയർ. പുള്ളിക്കാരൻ ചെയ്തതാണ്. പക്ഷെ നമ്മൾക്ക് ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ നമ്മുടെ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഞങ്ങൾ സ്റ്റെപ്പിലിരുന്നൊക്കെ പഠിക്കണം. അങ്ങനെയൊക്കെ ഞങ്ങൾ കുറെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പിലൊക്കെ ഇരുന്ന് പഠിക്കാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മേളിലത്തെ ലിവിംഗ് റൂം എന്ന് പറയാം. അതെ 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 അതെ. ഇപ്പൊ ഇവിടെ നമ്മളൊരു TV, ഒരു കമ്പ്യൂട്ടർ എല്ലാം ഉണ്ട്. പപ്പയുടെ ഏരിയ ആണ് ഇപ്പൊ ഇവിടെ. പണ്ട് ഞങ്ങളുടെ ഏരിയ ആയിരുന്നു കേട്ടോ. അപ്പം ഇതാണ് എന്റെയും അക്കുവിന്റെയും റൂം. ഓക്കെ, പണിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇത് എന്റെ റൂം, അത് അവളുടെ റൂം. കാരണം അവിടെ ഒരു ബാൽക്കണി ഉണ്ട് ആ റൂമിൽ നിന്ന്. അപ്പൊ ഞങ്ങൾ ഒരു അടിയായിരുന്നു ആ റൂം വേണമെന്നും പറഞ്ഞു. അവസാനം വരെ ഞാൻ താന്നു കൊടുത്തു, അവർക്ക് ആ റൂം കൊടുത്തു, ഞാനിക്ക് റൂം കൊടുത്തു കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഉറങ്ങുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഉറങ്ങും. ഞാനും മമ്മി അക്കും കൂടെ ഉറങ്ങും. അങ്ങനെ അതെ, ഈ ബെഡില്. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് രണ്ട് അലമാരയും അതെ പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ. ഫോട്ടോ ഇത് ചേച്ചിയുടെ ഫോട്ടോ ആണ്. പിന്നെന്താ, അതാണ് ഇപ്പൊ ഞങ്ങളായിട്ട് ഇവിടെ കിടക്കുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ ബാഗും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. മേളത്തെ റൂമിൽ ടോയ്ലറ്റ് ഉണ്ട്, സാധാരണ എല്ലാ ടോയ്ലറ്റും പോലെ തന്നെ കേട്ടോ. പിന്നെ ഇതൊരു റൂം, ഇത് വേറൊരു റൂം കേട്ടോ. ഇവിടെ ശരിക്കും ഒരു വാതിലുണ്ട്. അത് പക്ഷെ അടച്ചു വെച്ചാൽ അതിന് പുറകിൽ ഇപ്പൊ അലമാര വെച്ചേക്കുവാ. കാരണം അത് അവരങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് അത് കാരണം നമുക്ക് ഈ വഴിയും കൂടെ പോവാം. അപ്പൊ അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ അലമാര വെച്ച് അടച്ചേക്കും. പക്ഷെ ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കത്തില്ലായിരുന്നു. ഇവർ രണ്ടുപേരും ഇവിടെ കിടക്കണേ ബാൽക്കണിയിലേക്ക്. അതെ, മറ്റത് ഞങ്ങൾ ഇങ്ങനെ സ്വപ്നം വീട് പണിത സ്വപ്നം കാണും. അയ്യോ, ഇവിടെ കണ്ണ് തുറന്ന് എഴുന്നേക്കുമ്പോൾ നേരെ ബാൽക്കണി, നമുക്ക് അങ്ങോട്ടുള്ള എല്ലാ വ്യൂവും കാണാം. അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. പപ്പയും മമ്മിയെ കിടക്കുന്ന നിമിഷം മമ്മിയും അതെ കിടക്കുന്ന സ്ഥലം, മാറി മാറി കിടക്കുന്ന സ്ഥലം. അവരെല്ലായിടത്തും കിടക്കും. അവിടെ താഴെ ഇറങ്ങുന്നെങ്കിൽ താഴെ കിടക്കും, മേളിൽ ഇറങ്ങുന്നെങ്കിൽ മേളിൽ കിടക്കും. പിന്നെ ഇവിടെ ചെറുതായിട്ട് ഇവിടെ പപ്പ ക്രിക്കറ്റ് കാണാൻ വേണ്ടി വെച്ചേക്കുന്ന TV ആണ്. അപ്പൊ ഭയങ്കര എന്നെ പോലെ എന്നെ ഒരു ക്രിക്കറ്റ് ആരാധകരാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം പപ്പ ക്രിക്കറ്റ്. എന്ത് കാര്യം വേണേലും പപ്പയോട് ചോദിക്കാം കേട്ടോ. പപ്പയ്ക്ക് കാണാപ്പാടാണ്. പിന്നെ ഞങ്ങൾ രണ്ടും ഓസ്ട്രേലിയയിലേക്ക് ആയിരുന്നപ്പോ ഉണ്ടല്ലോ,
വെളുപ്പിന് 2 മണിക്കൊക്കെയുള്ള കളികളൊക്കെ ഞങ്ങൾ ഇരുന്ന് ഒരുമിച്ച് കാണുന്നുണ്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ക്രിക്കറ്റ്. പക്ഷെ വേൾഡ് കപ്പ് തോറ്റോടുകൂടി ഞാൻ പരിപാടി നടത്തി ഇപ്രാവശ്യത്തെ. പപ്പ ഇപ്പോഴും കാണുന്നുണ്ട്. ഭയങ്കര സങ്കടമായിപ്പോ. എന്നാലും ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര അവരെ പറയാത്ത ഇവിടെ ചെറിയൊരു കമ്പ്യൂട്ടർ ഡെസ്ക് ഉണ്ട്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ടെറസിലേക്കുള്ള വഴി. തുണിയൊക്കെ അലക്കായിട്ടുണ്ട്, അതൊന്നും കാണിക്കുന്നില്ല. ഇതാണ് ഞങ്ങളുടെ ഓപ്പൺ ടെറസ് കേട്ടോ. ഞങ്ങൾ ഓപ്പൺ ടെറസ് തിരുവനന്തപുരം മൊത്തം കാണാൻ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഇഷ്ടംപോലെ ചെടികളും കൃഷികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പപ്പയുടെ. പക്ഷെ അതെല്ലാം പോയി. അല്ല ഇവിടെയൊക്കെ റോസ, മുല്ലപ്പൂ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം പോയി. വട്ടിയൂർക്കാവ് മൊത്തം കാണാട്ടോ. പിന്നെ വട്ടിയൂർക്കാവ്. ഇതാണ് ഞാൻ പറഞ്ഞ ബാൽക്കണി ചായ. നോക്കൂ, ഞങ്ങളുടെ സ്വപ്ന ഊഞ്ഞാൽ. ഊഞ്ഞാലെ കളറൊക്കെ പോയിട്ടോ. ഞങ്ങളെ ഊഞ്ഞാല് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ട് എന്നാ രസമാണെന്ന് പറയും. പണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഫുൾ കാടായിരുന്നു ഇങ്ങോട്ട്. നമുക്ക് കാണാനായിട്ട് ഒത്തിരി വ്യൂ ഉണ്ടായിരുന്നു. നമുക്ക് ഇച്ചിരി ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ അത് നല്ലതാണ് കേട്ടോ നമ്മളെ സംബന്ധിച്ച്. അതെ 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 അതെ, നല്ല വ്യൂ. നല്ല വ്യൂ. ഇതാണ് നമ്മുടെ അതെ അതെ അതെ, എല്ലാവരും നല്ല എന്തിനും നമുക്ക് സഹായത്തിന് എല്ലാവരും ഉണ്ട്. നമുക്ക് എപ്പോഴും റെഡിയാണ്. അതെ, ഇത് വേറെ എൻ്റെ ഒരു പണി എന്ന് വെച്ചാൽ ഭയങ്കര പാട്ട്. ഞാൻ ഈ ഊഞ്ഞാലിരുന്ന് അങ്ങ് 8 നാളെ മുട്ട കിടന്ന് പാടും. ഭയങ്കര രസമാണ് കേട്ടോ. അതൊക്കെ അതെ അതെ ഭയങ്കര ഓർമ്മകളാണ് കേട്ടോ. ഞാൻ ഇതിലൊക്കെ ഇരുന്ന് പാടും. ഞങ്ങൾ രണ്ടുപേരും. പിന്നെ ഞങ്ങൾ രാത്രിയിലാക്കാകുമ്പോൾ ഇവിടെ വന്നിരിക്കും കാര്യമൊക്കെ പറയാനായിട്ട്. ഞങ്ങൾ കസാരയൊക്കെ ഇവിടെ ഞാനും പപ്പയും അമ്മയും അക്കും കൂടെ ഒക്കെ ഇരുന്ന് ഇങ്ങനെ പോയി കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ചെറിയ തണുപ്പൊക്കെ ആണ് രാത്രിയൊക്കെ ആകുമ്പോൾ. നല്ല കാറ്റും ഒക്കെ ഒരു ഭയങ്കര ഒരു ഓർമ്മകളാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതും കാണിച്ചു തരാം. വാട്ടർ ടാങ്ക് ഒക്കെ ഏതാ വാട്ടർ ടാങ്ക് ഒക്കെ അവിടെയാണ് കേട്ടോ. ഇതാണ് എൻ്റെ പഠിത്ത സ്ഥലം. ഇതെ ഞാൻ ഈ സ്റ്റെപ്പിൽ ഇരുന്നാണ് എപ്പോഴും പഠിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഇതാകുമ്പം നമുക്ക് പുറത്തുമായിട്ട് നമുക്കൊരു കോണ്ടാക്ട് ഉണ്ട്. നല്ല ഫ്രഷ് എയർ, നമുക്ക് ഇച്ചിരി കൂടി നല്ലൊരു കോൺസെൻട്രേഷൻ കിട്ടുമെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. ഞാൻ ഇവിടെ ഇരുന്നാണ് കൂടുതലും ഞാൻ പഠിച്ചിരുന്നത്. നഴ്സിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നത് കൂടുതലും ഈ സ്ഥലത്തിരുന്നാണ്. നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര രസമാണ്. അപ്പം നമുക്ക് കിളികളുടെ ഒച്ച കേൾക്കാം, നല്ല കാറ്റ് കിട്ടും. അതിൻ്റെ കൂടെ നമുക്ക് പഠിത്തവും നടക്കും കേട്ടോ. ഇവിടെ നല്ല സൂപ്പർ സൂപ്പറാട്ടോ. മണ്ട കയറിയുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വട്ടിയൂർക്കാവ് മൊത്തം സൂപ്പർ കാട്ടില്ല നല്ല വെട്ടവും കേട്ടോ. നല്ല ഞാനപ്പോൾ ഈ വൈകുന്നേരമൊക്കെ ഞാൻ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ രാത്രി ആവുന്നോടം വരെ ഇവിടെ ഇരുന്ന് പഠിക്കും. അത് കഴിഞ്ഞ് മമ്മി വിളിക്കാൻ വരും ഇറങ്ങുന്നു പറഞ്ഞാൽ. കാരണം ആ ഒരു നമുക്ക് രസമാണ് ഈ കാറ്റും ഇതൊക്കെ. നമുക്ക് പഠിക്കുന്ന ഇച്ചിരൂടെ നല്ലതായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതാണ് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം. നല്ല ഇത് ഏരിയ പിന്നെ വട്ടിയൂർക്കാവ് ആ ഒരു സ്ഥലമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. നല്ല ഗ്രീൻ ആയിട്ടുള്ള സ്ഥലം. പിന്നെ ഇവിടെ മൊത്തം കൃഷിയായിരുന്നു കേട്ടോ പണ്ട് പപ്പയുടെ. ഫുൾ ഇതെല്ലാം വായിച്ചതാണ്. അതെ, മൊത്തം ഇപ്പം ക്ലിയർ ചെയ്താണ്. ശരിക്കും പറഞ്ഞാൽ പപ്പയ്ക്ക് നടാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും പപ്പ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓർക്കുന്നില്ല, ഇവിടെ ഞാൻ ആദ്യമായിട്ട് നിറച്ചും കൃഷിയാണ്. ഇഷ്ടംപോലെ കൃഷികളായിരുന്നു. ഞങ്ങൾ ടെറസ് ചെയ്ത് ഇറങ്ങണം. നമ്മൾ ഇറങ്ങി പോവാണ് കേട്ടോ. ഇതിന് മഴ മൂടിയ ഒരു ക്ലൈമറ്റ് ആണ്. പെയ്യൊന്നും അറിയില്ല, മഴ സാധ്യതയില്ല. ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കാനുള്ള ചാൻസ് ഉള്ളൂ പപ്പ പറഞ്ഞു. പറയാൻ പറ്റത്തില്ല. അതെ 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 അതെ. അപ്പം അതാണ് കേട്ടോ നിമിഷയുടെ വീട്. കഴിഞ്ഞു അടിപൊളിയായിട്ട് എല്ലാ സ്ഥലവും നമ്മൾ കണ്ടു കേട്ടോ. നല്ലൊരു വീട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല വീടാണേ. കാരണം ഭയങ്കര വലുതുമല്ല ഭയങ്കര കുഞ്ഞതുമല്ല, നടുക്ക് ഉള്ളൊരു വീട്. നല്ല രസമാണ്. നല്ല സാമാന്യ ഇടത്തരം കൊച്ചു വീട്. അത് കൊച്ചു വീട്. അതെ. അപ്പൊ എല്ലാവരും നമ്മുടെ നിമിഷയുടെ വീടൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അതിന്റെ ഇടയ്ക്ക് കുറച്ച് ഗസ്റ്റ് വന്നു കേട്ടോ. നമ്മുടെ ബാബുങ്ങളും അതിനേണ്ടി വന്നു. പിന്നെ ജെയിംസ് അങ്കിൾ വന്നു. പിന്നെ കുമാരിയമ്മയും രേഖ ചേച്ചി വന്നു. കുമാരിയമ്മേനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കേട്ടോ. നമ്മുടെ വട്ടിയൂർക്കാവിലുള്ള കുമാരിയമ്മയും രേഖ ചേച്ചിയും വന്നല്ലേ. അപ്പം എന്താ പറയാ, അതുകൊണ്ടാട്ടോ ഞങ്ങൾ വീഡിയോ അന്നേരം എടുക്കാറ്. ഞങ്ങൾ ഭയങ്കര സംസാരിച്ചോണ്ടിരിക്കുന്നു. അവരൊക്കെ വാവനെ കാണാനും ഞങ്ങളെ യാത്ര ചെയ്യാനൊക്കെ വന്നതാണ്. ഏതായാലും നിമിഷയുടെ വീടൊക്കെ കണ്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ വിചാരിക്കുന്നു. പപ്പ വേറെ എന്താ നമുക്ക് പറയാനുള്ള എല്ലാവരോടും? എന്തോ പറയാനാ, നിങ്ങളെല്ലാം നാളെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് പിന്നെ 3-ാം തീയതി പോവല്ലേ. പപ്പയ്ക്ക് ഭയങ്കര വിഷമാട്ടോ. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ഇനി ഉടനെ അങ്ങോട്ട് വന്നേ. ട്രീറ്റ് ചെയ്യാനോ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ പുറത്തു പോകാനൊന്നും സാധിച്ചില്ല. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ നിങ്ങളെ കണ്ട് 2 ദിവസം നമുക്കൊന്ന് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പൊ നാളെ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. തിരിച്ച് നമ്മൾ തൊടുപുഴയ്ക്ക് പോവാണ്. പിന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് പോകാനുള്ള സമയമുള്ളൂ. അധികം സമയമില്ല. നിൽക്കുമായിരുന്നെങ്കിൽ പിന്നെ അത് മാത്രമല്ല, പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വരുമ്പോ ഇവിടെ പോകണമെന്നൊക്കെ. പക്ഷെ നമുക്ക് നമ്മുടെ സമയം വളരെ കുറവായിരുന്നു. നമ്മൾ അത്രയും ദിവസം നിൽക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങള്. ഞങ്ങളപ്പോ അങ്ങനെ തിരിച്ചു പോവാണ്. നിമിഷം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നമുക്കൊരു പാട്ട് പാടിയാലോ? ഓർമ്മകൾ കൊണ്ടൊരു പാട്ട് പാടാം കേട്ടോ.
ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി സമയമാം യമുനയോ പിറകിലേ കഴുകിയ മധുരമണിനാദം മാടി വിളിക്കുന്നു ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി. നമ്മൾ ഈ ഗാനമേളൊക്കെ പാടുമ്പോൾ 2-3 പേര് ഫ്രണ്ടിൽ അലമ്പുണ്ടാകൂലേ, അതുപോലെ ഒരാൾ അവിടെ ഇല്ല നിനക്കൂട്ടെ സൂക്ഷിച്ച് ഇറങ്ങണേ. ഇത് തന്നെയാട്ടെ പരിപാടി. ഇവർ വന്ന പിന്നെ ഈ സ്റ്റെപ്പിന്റെ മണ്ടേ കയറുക ഇറങ്ങുക. പക്ഷെ അവള് വലിയ കുഴപ്പമില്ലാണ്ട് അവള് പിടിച്ചു പിടിച്ച് ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഒരു 10-15 പ്രാവശ്യങ്ങൾ ഇറങ്ങും കയറി ഒരു ദിവസം. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഹോം ടൂർ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അതായത് എന്റെയും ചേച്ചിയുടെയും നമ്മുടെ എല്ലാവരുടെയും ഒരു കുഞ്ഞു വീടായിരുന്നു. അപ്പൊ നിങ്ങളെയൊക്കെ കാണിക്കാൻ പറ്റിയതിൽ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളത് വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, പപ്പ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നാളെ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന വീഡിയോ കുറച്ചൊക്കെ ഞങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞാൽ ഓർത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചാച്ചനും അമ്മയും നമ്മുടെ കോട്ടയത്ത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവരവിടെ വരെ വരും കേട്ടോ, കൊണ്ടാക്കാൻ വരും. അല്ലെങ്കിൽ പിള്ളേരെ കൊണ്ട് ഭയങ്കര പാടാട്ടോ നമ്മുടെ, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഏതായാലും ഇപ്പോൾ നാളത്തെ വീഡിയോ അടിപൊളിയായിരിക്കും. നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണാൻ മറക്കരുത്. നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്ന മമ്മി, നിമിഷ, പപ്പ,